കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നമ്മുടെ ചാനലിൽ വന്നിട്ടുള്ള ഒരു കമൻറ്റിനെ ആസ്പദമാക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ബ്രീഫായിട്ട് നോക്കാം. ആ കുട്ടി ചോദിച്ചിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പ്രഗ്നൻസി പോസിറ്റീവ് ആണെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ വയറിൽ തൊട്ട് നോക്കിയിട്ട് പ്രഗ്നൻസി ഉറപ്പിക്കാൻ പറ്റുമോ? അതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് നമുക്ക് വീട്ടിൽ നിന്നാൽ മനസ്സിലാകുമോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കുഞ്ഞിൻ്റെ അനക്കം ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യുമോ? ഇങ്ങനെയുള്ളതാണ് ഈ 3 സംശയങ്ങൾ. ഈ 3 സംശയങ്ങൾ കേൾക്കുമ്പോഴേക്കും ഒരുപാട് നാളുകളായിട്ട് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ഒരു തവണ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്കും കുറച്ച് എന്താണ് ഈ ക്വസ്റ്റ്യൻ എന്ന് എന്ത് ക്വസ്റ്റ്യനാണ് ഈ ചോദിച്ചത് എന്നുള്ളൊരു ഫീലിംഗ് മനസ്സിൽ വരാം. പക്ഷേ വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് നാളുകളൊന്നും ആകാത്തവർക്കും ഫസ്റ്റ് പ്രഗ്നൻസി ആകാത്ത ആളുകൾക്കും ഒക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് റിലവൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ടോപ്പിക്സ് ഓരോന്നായിട്ട് നോക്കാം. വയറിൽ തൊട്ട് നോക്കി പ്രഗ്നൻസി ഉറപ്പിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് ഏറ്റവും ആദ്യം നോക്കാം. നമ്മൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ഇംപ്ലാന്റേഷൻ ചിലപ്പോൾ നടക്കുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ആയിരിക്കും. പ്രഗ്നൻ്റ് ആകുന്ന സമയം മുതൽ തന്നെ ഒരുപാട് ലക്ഷണങ്ങൾ നമുക്ക് ശരീരത്തിൽ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. ഏകദേശം നമ്മുടെ തലമുടി മുതൽ നമ്മുടെ കാലിലെ നഖം വരെയുള്ള പോർഷനിൽ ഈ ഒരു വ്യത്യാസം നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് തിരിച്ചറിയുന്നത് നമ്മുടെ പ്രഗ്നൻസി ഹോർമോൺസിൻ്റെ ഇൻക്രീസ് കൊണ്ടാണ്. ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും അതുപോലെ HCG ഹോർമോണൊക്കെ ഇൻക്രീസ് ആകുമ്പോഴും മറ്റു പല ഹോർമോൺസിൻ്റെ പ്രവർത്തനം ഒന്ന് ഡിം ആകുമ്പോഴും അതുപോലെ മറ്റ് ശരീരഭാഗങ്ങളുടെ പ്രവർത്തനം ഒന്ന് ഡിമ്മായി പോകുമ്പോഴും ഒക്കെയാണ് നമുക്ക് ഈ ലക്ഷണങ്ങളെല്ലാം എളുപ്പത്തിൽ ശരീരത്തിൽ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. ഒരുപാട് ആളുകൾക്ക് പ്രഗ്നൻസി വയറിൽ തൊട്ട് നോക്കി കൺഫേം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇംപ്ലാന്റേഷൻ നടന്ന് കുറച്ചങ്ങോട്ട് ഏകദേശം ഒരു ഫസ്റ്റ് പീരീഡ് മിസ്സാകുന്ന ടൈം മുതൽ തന്നെ ഏത് ഭാഗത്താണോ നമുക്ക് ഇംപ്ലാന്റ് ആയത് ആ ഭാഗത്ത് ഒരു ഹെവിനെസ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. ഓൾമോസ്റ്റ് നമ്മുടെ വയറ് ചുറ്റും നമുക്ക് ഹെവിനെസ് ഫീൽ ചെയ്യും. അത് നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ ആ ഒരു ഡൈജഷൻ സ്ലോ ആകുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ദഹനം പ്രോപ്പറായിട്ട് നടക്കാതെ വരികയും ഗ്യാസ് ശരീരത്തിൽ കൂടുതൽ ഫോം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വയറ് നമ്മുടെ ബൊക്കിളിന് ചുറ്റുമുള്ള മൊത്തം ഏരിയ നമുക്ക് ഹെവിനെസ് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അത് പലർക്കും പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഉണ്ടാവുന്നതുമാണ്. എന്നാൽ ഈ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, നമുക്ക് ഇംപ്ലാന്റേഷൻ നടന്നൊരു പോർഷൻ ഇല്ലേ, അതായത് നമ്മളിപ്പോൾ ഒരു ഇമേജ് കണ്ടിട്ടുണ്ടാവും. ഒരു ഗർഭസ്ഥ ശിശു അമ്മയുടെ വയറ്റിൽ ഏറ്റവും ആദ്യത്തെ മാസം കിടക്കുന്ന ഒരു ഇമേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക കേട്ടോ. ഇംപ്ലാന്റേഷൻ ടൈം എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പ്രഗ്നൻസി ഫസ്റ്റ് മന്ത് എന്ന് പറഞ്ഞ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇമേജ് നിങ്ങൾക്ക് കിട്ടും. ആ സമയങ്ങളിൽ കുഞ്ഞ് കിടക്കുന്നത് ചിലപ്പോൾ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഒക്കെ ആയിരിക്കും. ഈ ഭാഗത്ത് നമുക്കൊരു കല്ലപ്പ് ഫീൽ ചെയ്യും. കാരണം ആ ഭാഗമാണ് നമുക്ക് ഏറ്റവും ആദ്യം വളരാനായിട്ട് തുടങ്ങുന്നത്. അവിടെ നിന്ന് കുഞ്ഞിങ്ങനെ വളരാനായിട്ട് തുടങ്ങുമ്പോഴേക്കും അത് നമ്മളിപ്പോൾ കൈ ചുരുട്ടി പിടിച്ചിട്ട് ഒരു ഫോഴ്സിൽ നമ്മൾ കൈ തുറക്കുമ്പോഴേക്കും നമുക്ക് അതിന് ചുറ്റുമുള്ള ഭാഗത്ത് ആ ഒരു ഫോഴ്സിങ് എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. സെയിം ഇതേ മെക്കാനിസം തന്നെയാണ് നമുക്ക് ആ വയറിൻ്റെ ആ ഒരു അറ്റത്തെ പോർഷനിലും ഫീൽ ചെയ്യുന്നത്. അവിടെ മുതൽ കുഞ്ഞ് വളരാനായിട്ട് തുടങ്ങുമ്പോഴേക്കും അവിടുത്തെ മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആകാനായിട്ട് തുടങ്ങും. അപ്പോൾ ഒരു ഹെവിനെസ്, ഒരു മരവിച്ചതുപോലുള്ളൊരു അവസ്ഥ നമുക്ക് അവിടെ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. ഇനി ഈ ഒരു ഫീലിങ്സ് എനിക്കുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അമർത്തി നോക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളത് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. നിങ്ങൾക്ക് നാച്ചുറലി ഗ്രാജുവലി നിങ്ങളുടെ ശരീരത്തിൽ ഈ ഒരു മാറ്റം തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൈ ഒരുപാട് എടുത്ത് കുത്തി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ കുത്തി നോക്കിയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും പ്രഗ്നൻസി നഷ്ടമാകാനായിട്ടും പോകുന്നില്ല. മറിച്ച് വയറിൽ മറ്റ് പല അസ്വസ്ഥതകളും നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് ഞാനിപ്പോൾ പ്രഗ്നൻസി ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇടതേ സൈഡിലോ വലത്തേ സൈഡിലോ ഇങ്ങനെ കുത്തി നോക്കുന്നു എന്ന് വിചാരിക്കും. ഈ ഒരു എഫക്റ്റ്, ഈ ഒരു പുഷിങ് എഫക്റ്റ് നമുക്ക് വരുമ്പോഴേക്കും നമ്മുടെ പൊക്കിളിന് നേരെ താഴെയുള്ള പോർഷനിലും നമുക്ക് സെൻട്രൽ പോർഷനിലും വയറ് നീര് വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. പ്രഗ്നൻസി സമയത്ത് ശരീരം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും നമ്മുടെ ഇംപ്ലാന്റേഷന് വേണ്ടിയിട്ടായിരിക്കും, കുഞ്ഞിന് വേണ്ടിയിട്ടായിരിക്കും. എന്നാൽ അതും സെക്കൻഡറി ആയി പോകും നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും രോഗാവസ്ഥകൾ വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മളായിട്ട് ഒന്നും ഉണ്ടാക്കാതിരിക്കുക. ഈ കുട്ടി ചോദിച്ച ചോദ്യത്തിന് ഏറ്റവും ആദ്യത്തെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം പീരിയഡ്സ് കഴിയുന്ന സമയം മുതൽ, പീരിയഡ്സ് കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് വീക്ക് മുതൽ തന്നെ നമുക്ക് ഈ ഒരു വ്യത്യാസം തിരിച്ചറിയാനായിട്ട് സാധിക്കും കേട്ടോ. രണ്ടാമത് ചോദിച്ചതാണ്, കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം. എവിടെയോ ഒരുപാട് ഇങ്ങനെ ആ കുട്ടി വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളൊരു റൂമിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ ഒരു സൗണ്ട് ഒന്നും ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കേൾക്കുമെന്ന് അങ്ങനെ ജസ്റ്റ് ഒരു ക്രേസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കലും നമുക്ക് അങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. അത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ആ ഒരു എക്യുപ്മെൻറ്റ് തന്നെ നമുക്ക് വേണം കേട്ടോ.
മൂന്നാമത്തത് കുഞ്ഞിൻ്റെ ആ ഒരു ചവിട്ടലിനെ പറ്റിയിട്ടാണ്. കുഞ്ഞിൻ്റെ അനക്കം നമുക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തിരിച്ചറിയാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിച്ചത്. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഒരിക്കലും നമുക്ക് കുഞ്ഞിൻ്റെ അനക്കം തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. അത് തിരിച്ചറിയണമെങ്കിൽ ഒരു 4 മാസം 5 മാസം ഒക്കെ ഒരു ടൈം എത്തണം. എൻ്റെ മോനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മോന് കുറച്ച് സെക്കൻഡ് പ്രഗ്നൻസിയിൽ കുറച്ച് എനിക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പം എന്നും മോനെ അനങ്ങല്ലേന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയി. കാരണം എനിക്ക് അവനെ കൈ കിട്ടുമോയെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് അവനെ അനങ്ങുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മൊത്തത്തിലൊരു ഭ്രാന്തമായിട്ടുള്ള സിറ്റുവേഷനിലോട്ട് പോകും. അതുകൊണ്ട് ഞാൻ അനങ്ങല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എനിക്ക് 5ാമത്തെ മാസം തുടങ്ങേണ്ട താമസം ജസ്റ്റ് ഒന്ന് തുടങ്ങിയുള്ളൂ. അപ്പോഴേക്കും എനിക്ക് അവൻ്റെ അനക്കം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 4.25 മാസത്തിൽ 4.25 ആ ഒരു ടൈം മുതൽ തന്നെ എനിക്ക് ആ ഒരു ഫീലിങ്സ് ഉണ്ടായി തുടങ്ങിയിട്ടോ. സെക്കൻഡ് പ്രഗ്നൻസി ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് വേഗം ആ ഫീലിങ്സ് കിട്ടിയത്. അതുപോലെ ചില ആളുകൾക്ക് ഒരു 5 മാസത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ആ ഒരു അനക്കം നമുക്ക് ഫീൽ ചെയ്യും. ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് വയറ് നമുക്ക് തുടിക്കില്ലേ, ഇടയ്ക്ക് ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോഴും ഒക്കെ പ്രഗ്നൻസി ആകുമ്പോഴൊക്കെ വയറ് നമുക്ക് ചെറുതായിട്ടൊന്ന് തുടിക്കും. ആ ഒരു തുടിക്കലായിട്ടായിരിക്കും നമുക്കിത് തോന്നുന്നത്. പിന്നീട് അങ്ങോട്ടേക്ക് നമുക്ക് ശരിക്കും ഇത് ഈ ഫീലിങ്സ് തിരിച്ചറിയാനായിട്ട് തുടങ്ങും കേട്ടോ. ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ചിലപ്പോൾ നമുക്ക് സ്ലോ ആയിട്ടായിരിക്കും ആ ഒരു അനക്കം തുടങ്ങുന്നത്. അത് ഓർത്ത് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒരു 5ാമത്തെ മാസം ചിലപ്പോൾ 6ാമത്തെ മാസമൊക്കെ ആകുമ്പോഴായിരിക്കും നമ്മൾ ചിലപ്പോൾ ആ ഒരു ഫീലിങ്സ് തിരിച്ചറിയുന്നത്. ഒരുപാട് ആളുകൾക്ക് ശരീരത്തിൽ ഫാറ്റ് കൂടുതലായിട്ടുണ്ടാവും, ലോവർ അബ്ഡമൻ പോർഷനിലൊക്കെ. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ എളുപ്പത്തിൽ ആ ഒരു ഫീലിങ്സ് തിരിച്ചറിഞ്ഞോളണമെന്നില്ല. ഏകദേശം ഒരു 5.5 മാസം 6 മാസമൊക്കെ ആകുമ്പോൾ എളുപ്പത്തിൽ അത് തിരിച്ചറിയാനായിട്ട് സാധിക്കും കേട്ടോ. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമുക്ക് തോന്നുന്ന ഫീലിങ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഭയങ്കരമായിട്ട് കൂടിക്കഴിയുമ്പോഴേക്കും അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ബീറ്റിംഗ് എഫക്റ്റ് നമുക്ക് കിട്ടും. അതായത് നമ്മുടെ ഹാർട്ട് ബീറ്റ് ഉണ്ടാവില്ലേ, നമ്മുടെ ഹൃദയം കിടന്ന് മിടിക്കൂലേ, അതുപോലൊരു ഫീല് നമുക്ക് ഈ ഒരു പോർഷനിലും നമ്മുടെ ആ ഒരു പൊക്കളുടെ സൈഡിലുള്ള പോർഷനിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ എൻഡിൽ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെ കുഞ്ഞ് മിടിക്കുമോ എന്നുള്ളൊരു കുഞ്ഞിൻ്റെ ചവിട്ട് നമുക്ക് കിട്ടുമെന്ന് നമുക്ക് തോന്നുന്നത് കേട്ടോ. അതൊരിക്കലും കുഞ്ഞിൻ്റെ ചവിട്ടല്ല, ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഈ 3 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. കുറച്ച് ക്രേസി ആയിട്ട് തോന്നും, പക്ഷേ ഒരുപാട് പേർക്ക് പുതിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ സാധിച്ചു എന്നും ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ ഈ മാസം 10-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 10-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി പറയുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ലെഫ്റ്റ് ഓവർ ബ്ലഡ് പോകുന്ന സ്പോട്ടിങ്ങിനെ ഒരിക്കലും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.